എവിടേക്കാണ് ക്ഷണിക്കണത്? ഈ ഒതായിലെ സാധാരണക്കാരെ ഖുർആനിലേക്ക് കൊണ്ടുപോയാൽ എന്തവർ ചെയ്യും? കുറുക്കന്റെ കയ്യിൽ ആമയെപ്പോലെ അവർ ആ ഖുർആനും പിടിച്ച് നടക്കേണ്ടി വരില്ലേ? ഒതായിക്കാർക്ക് മാത്രമല്ല, എന്റെ നാട്ടുകാരും സാധാരണക്കാരെ സംബന്ധിച്ച് അങ്ങനെയാ. ഷാഫി ഇമാമൊക്കെ കെട്ടിമറിഞ്ഞു കണ്ടെത്തിയ മസ്അലകളെ പോലെ ഈ രാജ്യത്തെ സാധാരണ മുസ്ലിങ്ങൾക്ക് ഖുർആനിൽ നിന്ന് മസ്അല മനനം ചെയ്യാൻ കഴിയുമോ? ഇല്ല. പിന്നെന്ത് ചെയ്യുന്നു? ഒരു വിഭാഗം ആളുകൾ ഷാഫി ഇമാമിനെ അംഗീകരിക്കുമ്പോൾ മറ്റൊരു വിഭാഗത്തെ ഈ രാജ്യത്തെ മൗലവിമാർ പതിച്ചു കൊണ്ടുപോവുകയാ. എവിടേക്ക്? ഖുർആനും സുന്നത്തും എന്ന വ്യാജേനെ അവർ പറയുന്ന വിടുവായിത്തങ്ങളിലേക്കും സ്വന്തമായ യുക്തിവാദങ്ങളിലേക്കും സമൂഹത്തെ കൊണ്ടുപോവുക. അതിനവർ പറയുന്ന തെളിവെന്താ? അവരോതും യാ അയ്യുഹല്ലദീന ആമനൂ, ഓ വിശ്വാസികളെ, അത്തിയുല്ലാഹ വഅത്തിയുർ റസൂല വഉലിൽ അംരി മിൻകും, നിങ്ങൾ അല്ലാഹുവിനെ അംഗീകരിക്കുക, അല്ലാഹുവിന്റെ റസൂലിനെ അംഗീകരിക്കുക, അതുപോലെ നിങ്ങളുടെ നേതൃത്വങ്ങളെയും നിങ്ങൾ അംഗീകരിക്കുക എന്ന് പറഞ്ഞ ശേഷം ഖുർആൻ പറഞ്ഞു, ഫൈൻ തനാസഅ്തും, നിങ്ങൾ അഭിപ്രായ വ്യത്യാസത്തിലായാൽ, ഫീ ഷൈഇൻ, വല്ല വിഷയത്തിലും മതപരമായ കാര്യത്തിലും നിങ്ങൾ ഭിന്നതയിലായാൽ, ഫറുദ്ദൂഹു ഇലല്ലാഹി വറസൂലിഹി, അത് ഖുർആനിലേക്കും സുന്നത്തുകളിലേക്കും നിങ്ങൾ മടക്കുക, ഖുർആനിലേക്കും സുന്നത്തിലേക്കും മടക്കുക എന്ന ആയത്തോതിയിട്ട് മുജാഹിദുകൾ പറയും നേരെ ഖുർആനിലേക്ക് പോകണം, ഡയറക്റ്റ് ആയിട്ട് ഖുർആനിലേക്ക്. അതിനിടയിൽ ഷാഫി ഇമാമോ അല്ലെങ്കിൽ മറ്റ് ഇമാമുമാരോ സ്വഹാബിമാരോ ഒന്നും പ്രശ്നമല്ല, ഡയറക്റ്റ് ആയിട്ട് ഖുർആനിലേക്ക് പോകണം. അങ്ങനെ ഖുർആനിൽ നിന്ന് മതവിധി കിട്ടിയില്ലേ എന്നാ പിന്നെ എന്നും നമുക്കിടയിൽ പ്രശ്നമായിരിക്കുമെന്നാണ് മുനീർ മദനി എന്ന് പറയുന്ന ചങ്ങരംകുളം മുജാഹിദ് പറയുന്നത്. ഇതാണ് മുജാഹിദുകൾ പറയുന്നത്. നമുക്കിടയിൽ മതപരമായ വിഷയത്തിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാവാം, ഭിന്നതകൾ ഉണ്ടാകാം, പക്ഷേ അത് ഒരു കേന്ദ്രത്തിലേക്ക് മടക്കിയാൽ, ഒരു പ്രമാണത്തിലേക്ക് മടക്കിയാൽ അതിന് പരിഹാരം ലഭിക്കണം. ഏതാണ് ആ കേന്ദ്രം? ഏതാണ് ആ പ്രമാണം? വിശുദ്ധ ഖുർആനാണ്, പ്രവാചകന്റെ ഹദീസാണ്. അല്ലാഹു പറഞ്ഞല്ലോ, യാ അയ്യുഹല്ലദീന ആമനൂ അത്തിയുല്ലാഹ വഅത്തിയുർ റസൂല വഉലിൽ അംരി മിൻകും ഫഇൻ തനാസഅതും ഫീ ഷൈഇൻ ഫറുദ്ദൂഹു ഇലല്ലാഹി വറസൂൽ. അല്ലാഹു സുബ്ഹാനഹു വ തആല വിശദീകരിക്കുകയാണ്, യാ അയ്യുഹല്ലദീന ആമനൂ, സത്യവിശ്വാസികളെ, നിങ്ങൾക്കിടയിൽ ഏതെങ്കിലും വിഷയത്തിൽ നിങ്ങൾ അല്ലാഹുവിനെ റസൂലിനെ അനുസരിക്കണം, നിങ്ങളുടെ കൈകാര്യകർത്താക്കളെ അനുസരിക്കണമെന്ന് പറഞ്ഞിട്ട് അല്ലാഹു പറയുകയാണ്, ഫഇൻ തനാസഅതും ഫീ ഷൈഇൻ, നിങ്ങൾക്ക് മതപരമായ വിഷയത്തിൽ വല്ല അഭിപ്രായ വ്യത്യാസം ഉണ്ടാകുന്നുവെങ്കിൽ എന്തു ചെയ്യണം? ഫറുദ്ദൂഹു ഇലല്ലാഹി വറസൂൽ, അല്ലാഹുവിലേക്കും അല്ലാഹുവിന്റെ റസൂലിലേക്കും നിങ്ങൾ മടക്കണം. അപ്പൊ ഖുർആനിലേക്കും സുന്നത്തിലേക്കും മടക്കണം, അതിൽ പരിഹാരം കണ്ടെത്തണം. അഥവാ അതിൽ പരിഹാരം കണ്ടെത്താൻ സാധിക്കുന്നില്ലേ, പിന്നെ എന്നെന്നും അഭിപ്രായ വ്യത്യാസത്തിലായിരിക്കും എന്നാണ് അല്ലാഹു പഠിപ്പിക്കുന്നത്. സഹോദരന്മാരെ, എന്നാൽ നമ്മെ സംബന്ധിച്ചിടത്തോളം ആശയപരമായ അഭിപ്രായ വ്യത്യാസമില്ല. സുന്നികൾ 2, 3 ഒക്കെയായി എന്ന് നേരത്തെ ഒരു മൗലവി പ്രസംഗിച്ചു, ശരിയാ. സംഘടനാപരമായ വിഷയത്തിൽ ഏത് കൊടി പിടിക്കണം, എവിടെ കൊടി കുത്തണമെന്ന തർക്കം ഞങ്ങൾക്കിടയിലുണ്ട്. ആ തർക്കമാണോ സഹോദരങ്ങളെ ഇത്? അല്ല. ജിന്നും പിശാചും തൗഹീദും ശിർക്കും ഇന്ന് നേരെ നെഞ്ചിലേക്ക് തന്നെ വിരൽ ചൂണ്ടുകയാ. മുനീർ മദനി പറയുന്നത് ഖുർആനൊന്നും സുന്നത്തൊന്നും ഖുർആനിന്ന് കിട്ടിയില്ലേ എന്നാ പിന്നെ ആ തർക്കം പരിഹരിക്കപ്പെടൂല. അതുകൊണ്ട് ഇനി എത്ര കോടതിയിൽ പോയിട്ടും കാര്യമില്ല. മുജാഹിദ് പ്രവർത്തകരെ, കേരള നെതുവത്തുൽ മുജാഹിദിനിടയിലുള്ള തർക്കം തീരാൻ പോണില്ല. എന്റെ 2 ഗ്രൂപ്പും ഖുർആൻ നോക്കിയതാ. ഒരു ഗ്രൂപ്പിന് ജിന്ന് കിട്ടി, മറ്റൊരു ഗ്രൂപ്പിന് ജിന്ന് തീരെ കിട്ടിയില്ല. ഇനി ആ തർക്കം തീരുമാനിക്കാൻ ഖുർആനിന്ന് കഴിയില്ല. കാരണം ഖുർആൻ നോക്കിയിട്ടല്ലേ 2 കൂട്ടരും തെരുവിലേക്ക് ഇറങ്ങിയതാ. നമ്മൾ എന്തു പറഞ്ഞു? നമ്മൾ പറഞ്ഞു ഖുർആനിലേക്കും സുന്നത്തിലേക്കും മടക്കണം. അതുകൊണ്ടാണ് നമ്മൾ ഷാഫി മദ്ഹബിലേക്ക് മടക്കിയത്. എന്തുകൊണ്ട്? ഇമാം ഷാഫി റളിയല്ലാഹു തആല അൻഹു കർമ്മശാസ്ത്രങ്ങൾ ക്രോഡീകരിച്ചത് ബൈബിളോ രാമായണമോ നോക്കിയിട്ടല്ല. അതേ അബ്ദുസ്സലാം നോക്കുന്നത് പോലെ, അബ്ദുസ്സലാം സുല്ലമി നോക്കുന്നത് പോലെ, അബ്ദുൽ ഖാദർ മൗലവി നോക്കുന്നത് പോലെ, അല്ലെങ്കിൽ അതിനേക്കാളേറെ അത്യുജ്വലമായി, അഗാധമായി, അർഹമായ രൂപത്തിൽ ഉത്തരവാദിത്ത ബോധത്തോടെ അത്തരം ചര്യകളെയും അത്തരം മൂല്യങ്ങളെയും മൂല്യവത്തായി കൈകാര്യം ചെയ്തവരാ അവർ. അതുകൊണ്ട് തന്നെ ഷാഫി ഇമാമ് 10 ലക്ഷം ഹദീസിന്നും കർമ്മശാസ്ത്രം കണ്ടെത്തി. ആ 10 ലക്ഷം ഹദീസിലുള്ള കർമ്മശാസ്ത്രമാ ഷാഫി ഇമാം റളിയല്ലാഹു അൻഹു പറഞ്ഞത്. എന്നാൽ സലാം സുല്ലമിക്കും അബ്ദുൽ ഖാദർ മൗലവിക്കും മുനീർ മദനിക്കും സക്കരിയ സ്വലായിക്കും ഇന്ന് ഇജ്തിഹാദ് ചെയ്യാൻ ആകെയുള്ളത് 1 ലക്ഷത്തിൽ താഴെ ഹദീസുകളാ. പൂർണ്ണമായി സുന്നത്തുക്ക് മടങ്ങണമെങ്കിൽ എന്തു വേണം?
പൂർണ്ണമായി റസൂലുള്ളാന്റെ സുന്നത്തിൽ നിന്ന് കിട്ടിയ മസ്അല കിട്ടണമെങ്കിൽ എന്ത് വേണം? തീർച്ചയായും മദ്ഹബുക്ക് പോകണം, അല്ലേ? അല്ലെങ്കിൽ ഏതുപോലെ ഉണ്ടാകും? ഈ രാജ്യത്തെ മുജാഹിദ് മൗലവിമാർ ഷാഫി ഇമാം സുബൈക്ക് കുനൂത്തുണ്ടെന്ന് പറയുമ്പോൾ അബ്ദുസ്സലാം സുല്ലമിയും അബ്ദുൽ ഖാദർ മൗലവിയും അത് ബിദ്അത്താണെന്ന് പറയുമ്പോ മുസ്ലിങ്ങൾ ഏതു സ്വീകരിക്കണം? ഞങ്ങൾ വിശ്വസിക്കുന്നു അബ്ദുസ്സലാം സുല്ലമിയും എ.പി. അബ്ദുൽ ഖാദർ മൗലവിയും കണ്ട 1,00,000-ൽ താഴെ ഹദീസുകളിൽ അവർക്കൊരു പക്ഷേ തെളിവ് കിട്ടിയില്ലെങ്കിലും 10 ലക്ഷം ഹദീസ് കണ്ട ഷാഫി ഇമാമിന് തെളിവ് കിട്ടിയിരിക്കും എന്ന് വിശ്വസിക്കുന്നതല്ലേ മുസ്ലിമേ ബുദ്ധി? അതല്ലേ തന്റെ ഇടം? അതല്ലേ മനസ്സാക്ഷി? നിങ്ങൾക്ക് എന്തു പറയാനുണ്ട്? ഈ രാജ്യത്തെ സാധാരണക്കാരോടാ ഞങ്ങൾ സംവദിക്കുന്നത്. ആലോചിച്ചു നോക്കൂ നിങ്ങൾ. കുറെ കാലം നിങ്ങളെ 921 ശേഷം അലവി മൗലവിയും അതുപോലെ കൂട്ടായി അബ്ദുല്ലാജിയും ഒക്കെ ഒതായിലും എടവണ്ണയിലും വന്ന് നിങ്ങൾക്ക് പറഞ്ഞു തന്നൊരാശയമുണ്ട്, ഖുർആനിലേക്ക് മടങ്ങണം. ആ ആയത്തോതിയിട്ട് അവർ പറഞ്ഞു 921 KM മൗലവി വന്നിട്ട് ആയത്തോതി, ഡയറക്റ്റ് ആയി തോതി. എന്താ ഓതിയത്? അന്നൽ മസാജിദ ലില്ലാഹ് ഫലാ തദൂ മഅല്ലാഹി അഹദ. അന്നൽ മസാജിദ ലില്ലാഹ്, പള്ളി അല്ലാഹുവിനുള്ളതാ. ഫലാ തദൂ, നിങ്ങൾ ആരാധിക്കരുത് മഅല്ലാഹ്, അല്ലാഹുവിനോട് കൂടെ അഹദൻ ഒരാളെയും. ഇതാണ് പണ്ഡിതന്മാർ പഠിപ്പിച്ച അർത്ഥം. ഇതാണ് സ്വഹാബിമാർ കണ്ട അർത്ഥം. ആ സ്വഹാബിമാരും പണ്ഡിതന്മാരും പഠിപ്പിച്ച ഈ ആശയം തെറ്റാണെന്ന് മഹാന്മാരായ സ്വഹാബിമാരും പഠിപ്പിച്ചില്ല. അതുകൊണ്ട് തന്നെ പഴയകാല മുസ്ലിങ്ങൾ മാലിക് ദീനാർ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് മതം കിട്ടിയ പൂർവിക മുസ്ലിങ്ങൾ മാലിക് ദീനാറിന്റെ മഖ്ബറ കേരളത്തിൽ നിർമ്മിച്ചു. ചേരമാൻ മസ്ജിദിൽ മഖ്ബറയുണ്ടാക്കി. അതുപോലെ ഈ കേരളത്തിൽ വന്ന പ്രഗത്ഭരായ സ്വഹാബിമാരുടെ മഖ്ബറയുണ്ടാക്കി. ഷെയ്ഖ് സൈനുദ്ദീൻ മഖ്ദൂമിന്റെയും മമ്പുറം തങ്ങളുടെയും വെളിയങ്കോട് മർക്കാളിയുടെയും തത്തുല്യരായ ധീരരായ വിപ്ലവകാരികളുടെ നവോത്ഥാന നായകരുടെ മഖ്ബറയുണ്ടാക്കി. എന്തേ? അന്നൽ മസാജിദ ലില്ലാഹി ഫലാ തദൂ മഅല്ലാഹി അഹദ. പള്ളി അല്ലാഹുള്ളത്. ആ പള്ളിയിൽ ഗുരുവായൂരപ്പനോ യേശുക്രിസ്തുവിനോ അതുപോലെയുള്ള ബഹുദൈവങ്ങൾക്കോ ത്രിയേകത്വങ്ങൾക്കോ നിങ്ങൾ ആരാധിക്കരുത്. തത്തുല്യമായ ദൈവങ്ങളെ നിങ്ങൾ പ്രണമിക്കരുത്. ഈ അർത്ഥമാണ് പൂർവികർ പഠിപ്പിച്ചത്. KM മൗലവി വന്നിട്ട് എന്ത് പറഞ്ഞു? KM മൗലവി ഒരു അറബി ഡിക്ഷണറി കയ്യിലെടുത്തു. ദായദു എന്ന വാക്കെടുത്തു. ആ ദായദുവിന്റെ വാക്ക് ഒരു അറബി മനുഷ്യയുടെ വിവരത്തിൽ അദ്ദേഹം പഠന വിധേയമാക്കി. അദ്ദേഹത്തിന് കിട്ടിയ അർത്ഥം എന്താ? ദാ വിളിച്ചു, യദു വിളിക്കും, ലാ തദു വിളിക്കരുത്, അല്ലാഹുവിനോട് കൂടെ അഹദൻ ഒരാളെയും. അതേ സമയത്ത് അതേ പള്ളിയിൽ വെച്ച് അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ബാങ്ക് വിളിച്ചാൽ തൊട്ടടുത്ത് അതേ ശബ്ദത്തിലും അതേ വിഭാഗത്തിലും അതേ ആർജവത്തിലും അശ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹി എന്ന് പറയണം. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ഒരു വിശ്വാസി പറഞ്ഞാൽ ആ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയുന്ന അതേ ഊർജത്തിലും അതേ ശക്തിയിലും അതേ പ്രൗഢിയിലും മുഹമ്മദ് റസൂലുള്ളാഹി പറയണം. എന്തുകൊണ്ട്? ഉടമയായ റബ്ബിൽ നിന്ന്, ഉടമയായ രക്ഷിതാവിൽ നിന്ന് തൗഹീദാകുന്ന ആത്യന്തിക വിജയത്തിന്റെ രക്ഷാ സന്ദേശത്തെ അടിമകളാകുന്ന മനുഷ്യർക്ക് കൈമാറാൻ ഇടയാളനായി മധ്യവർത്തിയായി അല്ലാഹ് നിശ്ചയിച്ചതാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് ഇസ്ലാം പറഞ്ഞു ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞാൽ മുസ്ലിം അല്ല. ആ ലാ ഇലാഹ ഇല്ലല്ലാഹയോടുകൂടെ മുഹമ്മദ് റസൂലുള്ളാഹി എന്ന മധ്യവർത്തിയെ പറയണം. എത്ര വ്യക്തമാണിത്, സുതാര്യമാണ് ഈ സന്ദേശം. KM മൗലവി പറഞ്ഞു അള്ളാഹിനോടുകൂടെ ആരെയും വിളിക്കാൻ പാടില്ല. അതുകൊണ്ട് ആ വിളി നടത്തുന്ന മാലിക് ദീനാറിന്റെ കൈത്തലങ്ങളിൽ നിന്ന് മതം സ്വീകരിച്ച 921 വരെയുള്ള മുസ്ലിങ്ങൾ പിഴച്ചവരും മുശ്രിക്കുകളുമാണെന്ന് KM മൗലവി പറഞ്ഞു. സഹോദരന്മാരെ, എന്താ തെളിവ്? ഡയറക്റ്റ് ആയിട്ട് ഖുർആനിലേക്ക് മടങ്ങിയതാ, ഡയറക്റ്റ് ആയിട്ട് ഹദീസിലേക്ക് മടങ്ങിയതാ. നോക്ക് നിങ്ങൾ, ഈ ഒരു ദുരന്തം എവിടെ എത്തിച്ചു മുസ്ലിങ്ങളെ, എവിടെ എത്തിച്ചു സമുദായത്തെ? 1940കളിൽ അബുൽ അല മൗദൂദി രംഗത്ത് പോകും. അബുൽ അല മൗദൂദി വന്നിട്ട് നേരത്തെ മുനീർ മദനി ഓതിയ, പണ്ട് കാലത്ത് KM മൗലവി ഓതിയ ഫൈൻ തനാസഅതും ഫീ ഷൈഇൻ ഫറുദ്ദൂഹു ഇലല്ലാഹ് എന്ന ആയത്തോതി. ആയത്തോതിയിട്ട് KM മൗലവി പറഞ്ഞു വിളി മാത്രമല്ല പ്രശ്നമുള്ളത്, വിളി പ്രശ്നമാണ്, സുന്നികൾ മുശ്രിക്ക് തന്നെ. എന്നാൽ വിളി കൊണ്ട് മാത്രമല്ല ശിർക്ക് വരുന്നത്. പിന്നെയോ ഈ രാജ്യത്തെ ദേശീയ പ്രസ്ഥാന